Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Morning. ഇന്നാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? Yes, ma'am. ഓക്കെ, യെസ്. എല്ലാവരും സുന്ദരികളായിട്ടുണ്ടല്ലോ. Thank you, ma'am. Thank you. Thank you, ma'am. Good morning, ma'am. മോർണിംഗ്. Good morning, ma'am. മോർണിംഗ്. Happy Onam, ma'am. ഹാപ്പി ആണോ? Happy Onam, ma'am. ഹാപ്പി ആണോ? Good morning, ma'am. Happy Onam, ma'am. മോർണിംഗ്. ഫസീല നമ്മുടെ MT9-ലാണല്ലേ? ഞാൻ HA-ലെ കുട്ടിയാണെന്ന് പറഞ്ഞ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തത്. ഇപ്പോഴാണ് ഇങ്ങനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. മേഘന കുറെ നാളുകൾ കണ്ടിട്ട് മേഘന എവിടെയായിരുന്നു? മൈക്ക് ഓഫ് ആണോ? ആ സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു മിസ്സേ, ഓണപരിപാടിയാ. പിന്നെ അവിടെ കുറച്ചു ദിവസം പോകേണ്ട വന്നു, അങ്ങനെ ഒക്കെ തിരക്കായിട്ട് പിന്നെ ഇതായി. ഓക്കെ. നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്താലോ? ആരാണ്? Ma'am, പറയാം ഞാൻ. നമുക്ക് വേണ്ടി ഒരിക്കലും ഓണസദ്യയാണ്. വിശ്വമെങ്ങും വെളിച്ചം പരത്തുന്ന വിശ്വനായക ദൈവമേ കൈതൊഴാം. വിശ്വമെങ്ങും വെളിച്ചം പരത്തുന്ന വിശ്വനായക ദൈവമേ കൈതൊഴാം. വിദ്യയേകി ജീവിതയാത്രയിൽ വിഘ്നരാക്കി അനുഗ്രഹിക്കണമേ. ചിത്തവും ചിത്തശുദ്ധിയും ബുദ്ധിയും വൃദ്ധി നേടുവാനായി കനിയണമേ. മിത്രസമ്പത്തും കീർത്തിയും ഞങ്ങളിൽ ചേർത്തു പാലിച്ചു നന്മയരുളണേ. ഹൃത്തടത്തിൽ നിറയുന്ന ഭക്തിയും ദത്തമാവാൻ കൃപ ചൊരിയണമേ. സത്യധർമ്മ പദങ്ങളിൽ ഞങ്ങൾക്ക് നിത്യവും തുണയാകണം ദൈവമേ. സത്യധർമ്മ പദങ്ങളിൽ ഞങ്ങൾക്ക് നിത്യവും തുണയാകണം ദൈവമേ. വിശ്വമെങ്ങും വെളിച്ചം പരത്തുന്ന വിശ്വനായക ദൈവമേ കൈതൊഴാം. ഓക്കെ. അപ്പോ എല്ലാവർക്കും പ്രിയപ്പെട്ട MT9 സ്റ്റുഡൻസിന് സ്മാർട്ട് സ്റ്റഡിയുടെ ഓണാഘോഷ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്താണ് റോഷൻ? സ്റ്റാർട്ട് ചെയ്തോട്ടെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, യെസ്. ഗുഡ് മോർണിംഗ്. MT9 തകർപ്പൻ ഓണം 2025 സെപ്റ്റംബർ 2 ആഘോഷിക്കപ്പെടുകയാണ്. വൈവിധ്യമാർന്ന പരമ്പരാഗത പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സാംസ്കാരിക പരിപാടിയാണ് ഓണം. കൂടാതെ ഒരു കാർഷിക ഉത്സവം കൂടിയാണ് ഓണം. ജാതഭേദമന്യേ എല്ലാവരും കേരളത്തിൽ ഓണം ആഘോഷിക്കപ്പെടുന്നു. നമുക്ക് വെൽക്കം സ്പീച്ചിനായിട്ട് ഐശ്വര്യനെ സ്വാഗതം ചെയ്യുന്നു. Good morning, friends. For the first time, I would like to wish you a happy Onam. Happy Onam, friends. ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ ഒരു ഓണസദ്യയാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്നാണ് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓണസദ്യയിലെ ഓരോ വിഭവങ്ങളുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രോഗ്രാം. അപ്പൊ ആ ഓണസദ്യ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുള്ളൂ. വെൽക്കം ടു ഓൾ ഓഫ് യു. വെൽക്കം മാം. വെൽക്കം പ്രോഗ്രാം. ആതിര മാമിനെ ഓണം മെസ്സേജ് പറയാനായിട്ട് ഞാൻ ക്ഷണിച്ചോളൂ.
ഓണം മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ആൾക്ക് വേണ്ടി. എന്തെങ്കിലും ഒരു മെസ്സേജ്. ഇപ്പൊ ഓണം എന്ന് പറയുന്നത് എന്താണ്? ഓണം നമ്മുടെ സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഒത്തൊരുമയുടെ ഒക്കെ ഒരു ആഘോഷമാണ് അല്ലെ? യെസ്. ഓണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു മലയാളിത്തനം അല്ലെങ്കിൽ ഒരു മനസ്സിന് എന്നൊരു കുളിർമയാണ് അല്ലെ? അതായത് ഓണക്കാലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ് പൂക്കളുടെ വസന്തം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരു 10 ദിവസമാണ് നമ്മുടെ ഒരു ആഘോഷം അല്ലെ? അപ്പം മുതൽ 10 ദിവസം തിരുവോണം വരെയാണ് നമ്മുടെ ആഘോഷം ആരംഭിക്കുന്നത്. മറ്റാഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മള് ഓണം, അതെല്ലാ മലയാളികളും അല്ലെ, ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് തിരുവോണം എന്ന് പറയുന്നത്. ഓക്കെ, അതില് പ്രധാനമായിട്ട് നമ്മളുടെ ഏറ്റവും എടുത്ത് പറയാവുന്നത് ഒരു തുമ്പപ്പൂവാണ് അല്ലെ? എല്ലാവരും അവസാനം പറയുന്ന ഒരാളാണ് തുമ്പപ്പൂ. തുമ്പപ്പൂവിന്റെ പ്രത്യേകത എന്താണ്? പ്യുവർ വൈറ്റ് ആണ് അല്ലെ? പ്യുവർ വൈറ്റ്. വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തിന്റെ പ്രതീകമാണ്? വെള്ള, സമാധാനം അല്ലെ? സമാധാനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ സമാധാനമായിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ഓർമ്മയാണ് ശരിക്കും ആര് തുമ്പപ്പൂ എന്ന് പറയുന്നത് അല്ലെ? അതായത് എല്ലാ പൂക്കളും നിലനിന്ന സമയത്ത് മഹാബലി തമ്പുരാൻ മാറി നിന്നൊരു പൂവിനെ എടുത്ത് മൂർധാവിൽ വെക്കുകയുണ്ടായി അല്ലെ? തലയിൽ ചൂടുകയുണ്ടായി. അപ്പൊ മറ്റു പൂക്കളെല്ലാം എന്താണ് അണിഞ്ഞുറങ്ങി വളരെ വർണ്ണശബളമായ കളറുകളായിട്ട് നിൽക്കുകയാണ്. നിറങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഈ വെള്ളയായ ഒരു ചെറിയ പൂവ് അല്ലെ, കൊച്ചു പൂവ്, ആ ഒരു കൊച്ചു പൂവാണ് ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ഒരു എന്താ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ തുമ്പപ്പൂവിനെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എന്റെ ഓണത്തെ കുറിച്ചുള്ള ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മധുര മാം. നമുക്കിന്ന് പൂക്കളം ഒരുക്കിയിരിക്കുന്നത് റിൻഡ വർഗീസ് ആണ്. വെൽക്കം റിൻഡ. എന്ത് പൂക്കളം ഒരുക്കാം? Good morning, ma'am. Good morning, friends. Happy Onam to all. Today I am going to give the highlight of Onam Pookalam. Okay, let's see to all. Yes, very beautiful. Happy Onam. നന്നായിട്ടുണ്ട്. ഇത് ആരൊക്കെ ഇട്ടേ കളം? പൂക്കളിട്ട് ആരാ? ആണോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി ഓണം. താങ്ക് യു റിൻഡ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay. ഒരു കഥാപ്രസംഗത്തിൽ അമൃത പ്രജിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. സഹൃദയരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥ നടന്നത് കേരളത്തിലാണ്. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. പണ്ട് പണ്ട്, വളരെ പണ്ട്, കേരളത്തിൽ മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ദാനശീലത്തിന് പേര് കേട്ട രാജാവായിരുന്നു മഹാബലി. മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഈ വരികൾ പോലെ മനോഹരമായിരുന്നു മഹാബലിയുടെ കേരളം. നീതിമാനായ മഹാബലിയുടെ കീർത്തി എല്ലാ നാട്ടിലും പരന്നു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. ഇത് നമ്മുടെ ദേവരാജാവും പറഞ്ഞു. ദേവരാജാവാരെന്ന് നിങ്ങൾക്കറിയാമോ? ദേവലോകത്തെ ദേവരാജാവാണ് ഇന്ദ്രൻ. മഹാബലിയുടെ കീർത്തിയിൽ അസൂയപ്പെട്ട ദേവരാജാവ് മഹാവിഷ്ണുവിനെ കാണാൻ പോയി. മഹാവിഷ്ണു വാമനൻ എന്ന കുള്ളൻ ഭടനായി മഹാബലിയുടെ അടുക്കലെത്തി. ദാനശീലനായ മഹാബലിയോട് വാമനൻ ചോദിച്ചു, എന്റെ കാലടി കൊണ്ട് അളക്കാവുന്ന 3 അടി ഭൂമി ദാനം തരാമോ? മഹാബലി വാക്ക് നൽകിയതോടെ വാമനൻ തന്റെ ശരീരം അതിഭയങ്കരമായി വലുതാക്കി. ആദ്യത്തെ 2 കാലടി കൊണ്ട് ആകാശവും ഭൂമിയും അളന്ന വാമനൻ 3-ാമത്തെ കാലടി എവിടെ വെക്കുമെന്ന് മഹാബലിയോട് ചോദിച്ചു. ധർമ്മിഷ്ഠനായ മഹാബലി തൻ ആരാധ്യ ദേവനെ കാണും നേരം. തന്റെ ആരാധ്യനായ ഭഗവാന്റെ മുമ്പിൽ ശിരസ് നമിക്കുവാൻ മഹാബലിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. 3-ാമത്തെ കാലടി തന്റെ ശിരസിൽ വെച്ചോളൂ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ
വാമനൻ മഹാബലിയെ പാതാള ലോകത്തേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് ഐതിഹ്യം. മഹാബലിയുടെ അപേക്ഷ പ്രകാരം എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ തന്റെ പ്രജകളെ കാണാൻ വരാൻ വാമനൻ അനുവാദം നൽകി. അങ്ങനെ മഹാബലി നാടു കാണാൻ വരുന്ന വിശ്വാസത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണത്തപ്പൻ വീരും നീനെത്തും നാളു വന്നല്ലോ, തിരുവോണം വന്നല്ലോ. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. നന്ദി. വെരി ഗുഡ്. മാം, നെക്സ്റ്റ് ഒരു തിരുവാതിരയാണ്. ഗ്രീഷ്മ ആൻഡ് ടീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരൊക്കെയാണ് തിരുവാതിര കളിക്കുന്നത്? ഞാനുണ്ട് മാം. ഞാനുണ്ട് മാം. ഓക്കെ, കാണാവോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാം കാണാം. പാട്ട് ആരാണ് പ്ലേ ചെയ്യുന്നത്? തനുജ. ഓക്കെ. ആര്യ, ക്യാമറ നീ വെച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നതിന്റെ ഇത്രേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ കാണാൻ പറ്റാതെ ഇല്ല പറയണേ. ഒരു മിനിറ്റ്. മിസ്സേ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ കുറച്ചും കൂടെ ഇങ്ങനെ നേരെ വെക്കോ, നേരെ വെച്ചിരിക്കാതെ എന്നിട്ട് ബാക്കിലേക്ക്. എനിക്ക് തോന്നുന്നു ആര്യ ആ വിൻഡോന്റെ അവിടെ ഫോൺ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ പറ്റുമായിരിക്കും. വെട്ടം ഫേസിൽ വെട്ടാൻ അറിയില്ല. സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? പൊസിഷൻ കറക്റ്റ് ആയിട്ട് വരണ്ടേ? ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിൻ ചെയ്യാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ മാം. തനുജ പാട്ട് പ്ലേ ചെയ്തോടാ. ഓക്കെ. എല്ലാവരും മ്യൂട്ടാക്കണേ, എല്ലാവരും മ്യൂട്ടാക്കണേ.
സൂപ്പർ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. പ്ലാറ്റ്ഫോമിൽ കുറെ ആൾക്കാര് മ്യൂട്ട് ചെയ്യുന്നില്ല മാം, അതുകൊണ്ടാണ് ആ ഡിസ്റ്റർബൻസ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മ്യൂട്ട് ചെയ്തെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കായിരുന്നു. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താല്, ഒരാൾ മാത്രം ഓൺ ആക്കിയാല്. മ്യൂട്ട് ചെയ്താൽ അവിടെ നിന്ന് കേൾക്കുന്നില്ല നിങ്ങൾ പാട്ട് വെച്ചിരിക്കുന്നത്. അല്ല മാം, ഒരാള് പാട്ട് വെക്കുന്നുണ്ടല്ലോ, ബാക്കി കുറെ ആൾക്കാർ അൺമ്യൂട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ഞാനിങ്ങനെ മ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് റിസ്ക് ആണ്. കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് ചെയ്തു കേട്ടോ എല്ലാവരും. സ്റ്റക്കായത് ആര്യനെ ഞാൻ മ്യൂട്ട് ചെയ്തത് അവിടുന്ന് എന്തോ ശബ്ദം വന്നുകൊണ്ട് മാത്രമാണ് ആര്യനെ ഞാൻ മ്യൂട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. അടുത്തത് എന്താണ്? താങ്ക് യു ഗ്രീൻ ആൻഡിയും. നെക്സ്റ്റ് ഒരു ഓണം സ്റ്റോറിയാണ്. സൽമാൻ തോന്നുന്നു. ആരാണ്? ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഓണത്തെ കുറിച്ച് ഒരു ചെറിയ സ്റ്റോറി നിങ്ങൾക്ക് പറയാം. മലയാളത്തിലാണ്. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുര വംശജൻ ആണെങ്കിലും അദ്ദേഹം നല്ല രാജാവായിരുന്നു. എല്ലാവർക്കും രാജാവിനെ വളരെ ഇഷ്ടമായിരുന്നു. രാജാവിനും അങ്ങനെ തന്നെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വാസിക്കും കാലം ആവത്തെങ്ങാർക്കൂട്ടില്ല കാലം. തൃക്കാക്കര ആസ്ഥാനമാക്കി മഹാബലി രാജ്യം ഭരിച്ചിരുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭക്തയായ പ്രഹര രാജാവിന്റെ കൊച്ചുമകനാണ് മഹാബലി. മഹാബലിയുടെ ഭരണത്തിൽ മറ്റു രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസൂയായിരുന്നു. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി രാജാവിനെ മതി. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമോ എന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു, മഹാപ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും. മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കനായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വർഗവും അസുര രാജാവ് കീഴടക്കും. മഹാബലിയെ ഇല്ലാതാക്കണം. മഹാബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്നു എന്ന് കേൾവിപ്പെട്ടു. അതുണ്ടാവരുത്. മഹാബലി ആ യാഗം ചെയ്താൽ കൂടുതൽ കരുത്തുറ്റവനാകും. ഇത് കേട്ട വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ശാന്തനാകൂ ഇന്ദ്രദേവ, എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. വിഷ്ണു ഭഗവാൻ മഹാബലിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആലോചിച്ച് വാമനന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. മഹാബലിയെ മുഖം കാണിച്ചു. മഹാബലി വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, ബാല, എന്താണ് വേണ്ടത്? എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണ് തരാമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക്. അപ്പോൾ അവിടേക്ക് അസുര ഗുരുവായ ശുക്രാചാര്യര വന്നു. അദ്ദേഹത്തോട് മഹാബലി പറഞ്ഞു, അസുര ഗുരുവായ ശുക്രാചാര്യ, ഈ ബാലന് 3 അടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. വേറെ ഒന്നും വേണ്ടതാനും. പാവം, മഹാബലിയെ കുറിച്ച് ഇവന് കേട്ടു കാണില്ല. അതാണ് ഒന്നും ചോദിക്കാത്തത്. അപ്പോൾ അസുര ഗുരുവായ ശുക്രാചാര്യ പറഞ്ഞു, അരുത് രാജാവേ, ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. ഇതിനു പിന്നിൽ വലിയ ഒരു ചതിയുണ്ട്. ഇത് കേട്ട മഹാബലി തമ്പുരാൻ പറഞ്ഞു, ഗുരു, അങ്ങേക്ക് എന്തു പറ്റി? ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? ആരെവിടെ? ഈ ബാലന് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ. ഇത് കേട്ട വാമനൻ പറഞ്ഞു, അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി അളന്നെടുത്തു കൊള്ളാം. മഹാബലി അത് ശരിവെച്ചു. വാമനനെ അളന്നുകൊള്ളുവാൻ പറഞ്ഞു. പെട്ടെന്ന് വാമനൻ ഭീമാകാരമായി വളർന്നു. 1 അടി കൊണ്ട് ആകാശവും, 2ാമത്തെ അടിയിൽ ഭൂമിയും പാതാളവും വളർന്നു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല.
എവിടെ വെക്കുമെന്ന് മഹാബലിയോട് ചോദിച്ചു. തന്റെ ശിരസ് വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ശിരസ് കാണിച്ചു കൊടുത്തു. ആ സമയം മഹാബലി തന്റെ പ്രജകളെ കാണാൻ ഒരു ദിവസം ചോദിച്ചു. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ വന്ന് കാണുവാൻ അനുവാദം നൽകി. മഹാവിഷ്ണു വാമനനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എല്ലാ വർഷവും ചിങ്ങമാസം തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ നമ്മെ കാണാനെത്തുന്നു. ആ ദിവസമാണ് തിരുവോണമായി നാം കൊണ്ടാടുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Salma. നെക്സ്റ്റ് ഒരു ഓണപ്പാട്ട് ആരാണ്? തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൂവേ പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുന്ന സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടും വിളമ്പുന്ന രുചികൾ വിവരുന്ന നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് പൂഞ്ഞാലിലാടുമ്പോൾ നിറവുന്ന സംഗീതം സംഗീതം. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ. താങ്ക് യു. സുരമ്യ നന്നായിരുന്നു കേട്ടോ. കേക്കുന്നില്ല റോഷ്നി, കേക്കുന്നില്ല. പറയുന്നത് കേൾക്കുന്നില്ല. കേക്കുന്നില്ലടാ റോഷ്നി. നെക്സ്റ്റ് ഒരു നാടൻ സ്വാഗതം ചെയ്യുന്നു. ആരാണ്? താങ്ക് യു റോഷ്നി. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട കണ്ട മാനത്ത്
മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. നാലു പാടം പാടത്ത് വെള്ളം, വെള്ളത്തിൽ എന്താ കളിക്കണത്, തെളി വെള്ളത്തിലോടിക്കളിക്കണ വെള്ളിപ്പരലിന്റെ തേരോട്ടം. നാലു പാടം പാടത്ത് വെള്ളം, വെള്ളത്തിൽ എന്താ കളിക്കണത്, തെളി വെള്ളത്തിലോടിക്കളിക്കണ വെള്ളിപ്പരലിന്റെ തേരോട്ടം. ചെളി വെട്ടി കിടക്കണ കണ്ണൻ വരാലു പറയണല്ലോ, എന്തിനാടാ വെള്ളിപ്പരല് വെള്ളത്തിന്മേലെ കളിക്കണത്. തെളി വെട്ടി പാറ്റി കിടക്കണ കണ്ണൻ വരാലു പറയണല്ലോ, എന്തിനാടാ വെള്ളിപ്പരല് വെള്ളത്തിന്മേലെ കളിക്കണത്. മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ കണ്ണ് ജലപല കീഴ്പോട്ട്, വെള്ളത്തിലോടിക്കളിക്കണ മീനിന്റെ കണ്ണ് ജല ജലമേപ്പോട്ട്. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ചൂണ്ട പിള്ളാരെറിഞ്ഞ കൊളുത്തുമ്മി ചാടിക്കടിക്കണ്ടടാ പരലേ, കായം തേച്ചു വറത്തിട്ടു കുത്തരിച്ചോറിന്റെ കൂടെ പിടിക്കും. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ചൂണ്ട കണ്ടാല് കൊത്താനടുക്കണ കണ്ണൻ വരാലല്ലട ഞാന്, വെള്ളം വെട്ടും വെള്ളത്തിലോടും വെള്ളത്തിന്മേലെ പറക്കും. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. വീമ്പു പറഞ്ഞിട്ട് പാടത്തെ വെള്ളത്തിൽ ഓടിക്കളിക്കണ നെയ്പരല്, താണു വന്നിട്ട് റാഞ്ചി പറന്നപ്പോ ചക്കിപ്പരുന്തിന്റെ കാലുമേല്. വീമ്പു പറഞ്ഞിട്ട് പാടത്തെ വെള്ളത്തിൽ ഓടിക്കളിക്കണ നെയ്പരല്, താണു വന്നിട്ട് റാഞ്ചി പറന്നപ്പോ ചക്കിപ്പരുന്തിന്റെ കാലുമേല്. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോ. താങ്ക് യു മാം. വെരി ഗുഡ്, നൈസ്. പേരെന്താണ് ശരിക്കും? മാം എന്റെ പേര് അർച്ചന എസ് നായർ എന്നാണ്. കുഞ്ഞിന്റെ പേരാണ് ദേവേശ്വർ. ആ പേര് എപ്പോഴും അവിടെ കിടക്കുന്നത്. നാടൻ പാട്ട് പാടാറുള്ളതാണോ? നാടൻ പാട്ട് പാടാറുള്ളതല്ല. കുഞ്ഞിന് വേണ്ടിയിട്ട് മത്സരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചായിരുന്നു. അവൻ അങ്ങനെ സ്റ്റേറ്റിലൊക്കെ കിട്ടിയാണ്. അവനല്ല, അവന്റെ ടീമിന് ആ ഒരു ഇത് വെച്ച് അത് പഠിച്ചത് ഞാൻ. മാം ഞാൻ പറയുന്നത് കേൾക്കാം. നെക്സ്റ്റ് ഓണം ദീപുവിനെ സ്വാഗതം ചെയ്യും. അജിത ദീപു. ഗുഡ് മോർണിംഗ് മാം. എല്ലാവർക്കും ഓണാശംസകൾ. മാവേലി നാടോ വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും, എല്ലാം കണക്കിന് തുല്യമായി, കള്ളം പറയും ചെറുനടിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, മാവേലി നാടോ വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു മാം. ഹാപ്പി ഓണം. ഓണം സ്റ്റോറി രമേശിനെ സ്വാഗതം ചെയ്യുന്നു.
രേഷ്മ രമേശ്. രേഷ്മ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. രേഷ്മ രമേശ്. രേഷ്മ ഉണ്ടോ? രേഷ്മ രമേശ്. രേഷ്മ ഇതിൽ കാണുന്നില്ലല്ലോ മിസ്സേ. ഓക്കെ, റോഷിനി അടുത്ത ആളെ വിളിക്കും കേട്ടോ. ഓണം സ്പീച്ചിനായിട്ട് ജെറുഷ വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. Thank you, Roshni. Onam is one of the most important festivals of Kerala. It is a harvest festival celebrated with great happiness and unity. People believe that Onam marks the return of the kind and noble King Mahabali, who is remembered for his goodness and justice. The festival is celebrated for 10 days. Houses are decorated beautifully and people make flower carpets in front of their homes. Families wear new clothes and prepare delicious traditional meals. The most special meal is the grand feast, which is served on a banana leaf with many tasty dishes. Onam is also famous for its cultural programs. People enjoy dances, music, games, and the exciting boat races. The festival is filled with colors, joy, and togetherness. Onam teaches us the values of love, sharing, and unity. It brings people of all religions and communities together to celebrate as one. Truly, Onam is not just a festival of Kerala, but a festival of happiness and harmony. Thank you, everyone, and wishing you all a happy Onam. Yes, happy Onam. താങ്ക് യു ജെറുഷ. ആന്റി. റോഷിനി ക്ലിയർ ആയില്ല, ആരാണ്? നെക്സ്റ്റ് ഒരു വഞ്ചി ടീമിന്. ഓക്കെ, വഞ്ചിപ്പാട്ട് ആരാണ്? റീജ ആൻഡ് ടീം. റിജ. എന്റെ പിള്ളേരൊക്കെ അവിടെ റെഡി ആണോ? ആരും ഇല്ല. യെസ് മാം. ആരൊക്കെയുണ്ട് വേറെ? മാം ഞാൻ വീഡിയോ ഓൺ ഞാനും കൂടാം. ടൈമില് കുറച്ച് പേരെ പിൻ ചെയ്യാൻ പറ്റുള്ളൂ, ചില സമയത്ത് പിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. വേറെ ആരൊക്കെയുണ്ട്? ആര്യയുണ്ടോ? ഓക്കെ. അല്ല സുരമ്യ ഉണ്ടല്ലോ, സുരമ്യയുടെ ഇത് കുചേലവൃത്തം പഞ്ചായത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. കുചേലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന ഒരു ഭാഗം. കുറച്ച് ദാരിദ്ര്യം പിടിച്ച പോർഷനാണ്, പക്ഷെ ഇത് വഞ്ചിപ്പാട്ടിനെ എടുക്കുമ്പോൾ ഈ വഞ്ചിപ്പാട്ടിന് തോണി തൊഴിയുന്ന പോർഷൻ ആയതുകൊണ്ട് നമ്മൾ നല്ല ആക്റ്റീവ് ആയിട്ട് ചിരിച്ചോട് പറഞ്ഞു. കൈ നന്നായിട്ട് ആക്റ്റീവ് ആക്കണ്ട കേട്ടോ. ഓക്കെ. Ready, 1, 2, 3, start. താഴെത്തന്റെ തപസ്യനെ ദൂരത്തു കണ്ടു. പുരാണെത്രയും താഴെത്തന്റെ തപസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാൽ
മുണ്ടിൽ പൊതിച്ച പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിൽ അങ്ങോദിക്കൊണ്ടു പൊതിപ്പുടയും സന്തോഷം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ കണ്ണു നീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ Okay, very nice. വഞ്ചിപ്പാട്ട് കുറെ നാൾക്ക് ശേഷം കേൾക്കുകയാണ്. Okay, റീജ, thank you. റീജ ടീം, ആര്യ, സുരമ്യ, thank you. താങ്ക് യു മാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആണ് കേട്ടില്ല. റോഷ്നി എന്താ പറഞ്ഞേ? മിസ്സേ അവിടെ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മിസ്സേ. എന്നോ അവിടെ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറത്ത് ഇവിടെ ഗ്രൗണ്ടിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കോമൺ ഗ്രൗണ്ട് ആണ്. അപ്പൊ എല്ലാ പ്രോഗ്രാമും ഇവിടെ നടക്കുന്നത്. അതിന്റെ പാട്ട് കേൾക്കുന്ന ഓണത്തിന്റെ ഉണ്ടോ? അടുത്ത മിസ്സിന്റെ അവിടെ നിന്നായിരിക്കും. അടുത്ത പ്രോഗ്രാം എന്താ? റോഷ്നി പറയുന്നത് കേൾക്കുന്നില്ല. അടുത്ത പ്രോഗ്രാം എന്താണ്? എടാ റോഷ്നി കേൾക്കുന്നില്ല പറയുന്നത്. റോഷ്നി ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പൊ എന്തോ പറ്റി? കുഴപ്പമില്ല, പറഞ്ഞോളൂ. രമേശ് നായർ. ഓക്കെ, സുരമ്യ. ഓക്കെ മാം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓണത്തിന്റെ ഒരു പ്രത്യേക വിഭവമാണ്. അതായത് ഞങ്ങളുടെ വൈക്കം ഏരിയയിലാണ് സാധാരണ. ഇത് കോട്ടയം ആണെങ്കിലും ഞാൻ കോട്ടയം ആണെങ്കിലും എൻ്റെ അച്ഛൻ വൈക്കംകാരനാണ്, എൻ്റെ അമ്മ ചേർത്തലക്കാരിയാണ്. അപ്പൊ ഇവരുടെ വീടുകളിൽ സാധാരണമായി കണ്ടുവരുന്ന, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ കണ്ടുവരുന്ന സാധനമാണ് ഓണത്തിന് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഓണത്തപ്പന് വരവേൽക്കാൻ വേണ്ടിയിട്ടും ഓണത്തപ്പന് പൂജിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വിഭവം ഉണ്ടാക്കുന്നത്. അതും രാവിലെ തലേദിവസം രാത്രി, ഉത്രാടത്തിന്റെ അന്ന് രാത്രി നമ്മൾ പൂക്കളം ഇട്ടിട്ട് ഓണത്തപ്പനെ വെച്ച് രാവിലെ അരിമാവ് കലക്കി ഓണത്തപ്പന് മേളിൽ വിതറി അതിനുശേഷം വിളക്ക് കത്തിച്ച് അവിടെ കൊണ്ട് വെക്കുന്ന ഒരു വിഭവമാണ്. ഇതിന്റെ കൂടെ 1-2 സാധനം കൂടെ വേണം. അതെന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പൊ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുരമ്യ ലെഫ്റ്റ് ആയില്ല മിസ്സേ. സുരമ്യ വിഭവം ഉണ്ടാക്കാൻ പോയതാണ്. ഇനി സമയം പിടിക്കുവോ? സോറി മാം, അതെ അമ്മയ്ക്ക് ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആംബുലൻസിന്റെ ഡ്രൈവർ ആണെന്ന് തോന്നുന്നു വിളിച്ചത്, അതാ. സോറി. ഇതാണ് വിഭവം. ഇത് പൂവടയാണ്. ഈ അടയുടെ പേര് പൂവട എന്നാണ് പറയുന്നത്. അത് അന്നത്തെ ദിവസം മാത്രമാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂവടയും ഉപ്പേരിയും ശർക്കര വരട്ടിയും പിന്നെ ചീട എന്ന് പറഞ്ഞൊരു വിഭവം കൂടി ഉണ്ട്. അതും കൂടെ വെച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും കഴിക്കുന്നത്. അതെ അതെ മാം. ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാല് അരിമാവ് ഒരു നല്ല ഒരു തിക്കല്ല, ഇച്ചിരി ലൂസായിട്ട് ഒരു തേനിന്റെ പരുവത്തിൽ, തേനേക്കാളും ഒരു ശകലം കൂടെ ലൂസ് ആവാം, ആ രീതിയിലേക്ക് മാവ് കലക്കണം. മാവ് കലക്കാനായിട്ട്
അരിപ്പൊടി, തരിയില്ലാത്ത അരിപ്പൊടി, അതിലേക്ക് കുറച്ച് നെയ്യ് ഇച്ചിരി നന്നായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ്, അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി ഒരു തിക്കല്ല, ഒരു ഇച്ചിരി ലൂസായിട്ട് ഉള്ള കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഊരിപ്പോരുന്ന രീതിയിലേക്ക് മാവിനെ മാറ്റുക. ആ മാവിനെ മാറ്റിയിട്ട് ഇല എടുത്തിട്ട് അത് മാറ്റി ഇലയിലേക്ക് ശകലം അങ്ങോട്ട് ചുറ്റിച്ചൊഴിക്കുക. ചുറ്റുമ്പോൾ തന്നെ അതിങ്ങനെ വട്ടത്തിൽ അത് നിരന്ന് വന്നോളും. നമ്മൾ കൈ ഉപയോഗിക്കുകയും ചെയ്യണ്ട, നിരത്തിണ്ട, അങ്ങനെ വരിക. പിന്നെ തേങ്ങ, ശർക്കര, പിന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും ഇത് മിക്സ് ചെയ്തിട്ട് അത് അതിന്റെ മുകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് ഇല മടക്കി ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഇത്. ആവിയിൽ വെന്ത് വരുമ്പോൾ ആ നെയ്യുടെയും എല്ലാത്തിന്റെയും നല്ല സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങും. വേണമെങ്കിൽ ഏലക്ക ഇടാം. ഇതിട്ട് ഉണ്ടാക്കുന്നതാണ്, ഇതാണ് പൂവട. അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഇത് ഉപ്പേരിയാ മാം, ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ്. ചീടയും കൂടെ വെക്കും. വെരി നൈസ് സുരമ്യ, താങ്ക് യു സോ മച്ച്. വെള്ളം ഒഴിക്കും എന്തോ പറഞ്ഞ മനസ്സിലായില്ല റീജ? താങ്ക് യു പറഞ്ഞതാണ്. കട്ടിക്കാ ലൂസായിട്ടോ? ചെറിയൊരു ലൂസായിട്ട് അതിങ്ങനെ ഒഴിക്കുമ്പോ തന്നെ ഇങ്ങനെ വീഴണം, ആ രീതിയിൽ വേണം. അപ്പൊ ഇലയിൽ ഇങ്ങനെ ചുറ്റിച്ചു വെച്ചാൽ മതി. ഇങ്ങോട്ടും പോയി പോലെ? ഇല്ല, ജസ്റ്റ് മടക്കി അങ്ങനെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി, പോകത്തില്ല. റോഷ്നി ആരാണ്? പാട്ടാണ് മാം. അനു തോം. അനു? യെസ്, അനു തോം. അനു ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഓഫീസിലാണ്, വണ്ടിയുടെ സൗണ്ട് ഉണ്ടാകും. തിരുവോണപ്പൂലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞോടുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാട പൂക്കും നിന്നു ചീൽ പൊന്നിന്റെയിൽ ഇത്തിരി പൊന്നൊരുക്കി ഓടി കൊണ്ടോടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലന ഓണക്കിളി തിരുവോണപ്പൂലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഓക്കെ മാം, താങ്ക് യു. അനു. ഹാപ്പി ഓണം. നെക്സ്റ്റ് ഒരു ഓണപ്പാട്ടാണ് മാം. നൈന. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള ആളാണോ? പേര് കേട്ടിട്ടും കൂടി ഇല്ല. അതെ മാം, ക്ലാസ്സിലുള്ളതാണ്. നൈന ഉണ്ടോ? നൈന? ആര്യയുടെ ഓഡിയോ ഓട്ടായപ്പോ ഞാൻ വിചാരിച്ചു ആര്യ പേര് മാറ്റി വന്നതാണ്. വിളിച്ചോളൂ. ഔട്ട് ഓഫ് 10 മേഘ്ന കഴിഞ്ഞോ? യെസ് മാം. പരിപാടി 2-3 പേര് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് സുരമ്യ ആ ഇല ഒന്നും കൂടി കാണിക്കോ? ആ അട ഒന്ന് മാറ്റി വെച്ചിട്ട്. എന്താ മാം, അട മാറ്റി വെച്ചിട്ടോ? അട ഒന്ന് മാറ്റി മാത്രം വെച്ചാൽ മതി, സൈഡിലേക്ക് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മുടെ എല്ലാവരും മുന്നിൽ ഒരു വാഴയില ഉണ്ട് അല്ലെ? വാഴയില നമ്മൾ എന്തിനാ സാധാരണ ഉപയോഗിക്കാറ്? സദ്യക്ക് ഉപയോഗിക്കാറ് അല്ലെ? അപ്പൊ നമ്മുടെ വാഴയില തുമ്പത്ത് ആദ്യമായിട്ട് നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ട് അല്ലെ? ഇനി തൊട്ടടുത്ത് എന്താണ് വെക്കാൻ പോകുന്നത്? ശർക്കര ഉപ്പേരി വെക്കാണ് അല്ലെ? ഉപ്പ്. ഞാനൊന്ന് പറയട്ടെ. ഓക്കെ, ഉപ്പ് വേണമെന്നുള്ളൊരു ഉപ്പ്.
ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്? നല്ല അവിയല്, നല്ലൊരു അവിയല്, ക്യാബേജ് തോരൻ, അച്ചിങ്ങ മെഴുക്കുവരട്ടി, പിന്നെ എന്താണ് മധുരമുള്ള കറി, പിന്നെ എന്താണ് പൈനാപ്പിൾ കറി, ഇഷ്ടു കറി, പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മള് അച്ചാറ് വിഭവങ്ങൾ വെക്കുകയാണ് അല്ലെ. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഇഞ്ചിപ്പുളി, പിന്നെ എന്തൊക്കെയാണ് ഇഷ്ടു 2 തരം വെക്കാറുണ്ട് അല്ലെ. ഇഷ്ടു 2 കളർ, വെള്ള കളറിൽ വെക്കാറുണ്ട്, കറുത്ത കളറിൽ അല്ലെങ്കിൽ നമ്മൾ വറുത്തരച്ചിട്ട് വെക്കാറുണ്ട്. പിന്നെ പുളിശ്ശേരി, എരിശ്ശേരി, പിന്നെ എന്താണ് ഓലൻ, കാളൻ ഒക്കെ പറഞ്ഞതൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ അതെല്ലാം വെച്ചിട്ടുണ്ട്. സെക്കൻഡ് നടുക്കായിട്ട് നമ്മൾ നല്ല തുമ്പപ്പൂ ചോറ്, നല്ല ആവി പറക്കുന്ന തുമ്പപ്പൂ ചോറ് അങ്ങ് ഇട്ടു. കണ്ടോ, ആവി നന്നായിട്ട് പറക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ അടുത്തേക്ക് അതിനുള്ളിലായിട്ട് നിന്ന് ഒരു നടുക്കൊരു കുഴി അങ്ങ് കുഴിക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണേ? നല്ല ചൂടുള്ള സാമ്പാർ അല്ലെ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് ഒഴിക്കാം. കുറച്ച് പരിപ്പ് ഒഴിച്ചു, സാമ്പാർ ഒഴിച്ചു, നന്നായിട്ട് അങ്ങ് കുഴച്ചു. ദെൻ എന്താ ചെയ്യാൻ പോകുന്നേ? ആസ്വദിച്ചങ്ങ് കഴിക്കുകയാണ് അല്ലെ. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ വരുന്നു നമ്മുടെ പുളിശ്ശേരി അല്ലെങ്കിൽ നമ്മുടെ കാളൻ വരികയാണ് അല്ലെ. മഞ്ഞ കളറില് തുള്ളി തുള്ളി കാളൻ വരുന്നു. കാളൻ കുറച്ച് ഒഴിച്ചു, കുറച്ച് അച്ചാറുമായി തൊട്ട് നക്കി, പിന്നെ എന്താണ് ഒന്ന് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഓലനൊക്കെ ഒന്ന് തൊട്ട് നമ്മൾ കഴിക്കുന്ന എങ്ങനെയല്ലേ സദ്യക്ക്. ഓക്കെ, തൊട്ട് നക്കി ജസ്റ്റ് ഒരു ചെറിയൊരു പപ്പടം ഇട്ടൊന്ന് കുഴക്കാറുണ്ട്. കുഴച്ച് കഴിച്ച് കുറച്ച് സമയം എന്താണ് മധുരത്തിലേക്ക് മനസ്സൊന്ന് കിടക്കും അല്ലെ. പായസത്തിന്റെ മണം അവിടെ തൊട്ടടുത്ത് കേൾക്കുന്നുണ്ട് അല്ലെ. ആ മണം ഇങ്ങനെ സ്മെല്ല് ചെയ്ത് ഏത് പായസം ആയിക്കോട്ടെ. നമുക്കിപ്പോ പാലട എടുത്താൽ മതി എന്നല്ലേ. നമുക്ക് ഓണമായിട്ട് പാലട എടുക്കാം. ഓക്കെ, നല്ല കുറുകിയ കട്ട പോലുള്ള പാലട അതെ നമ്മുടെ തൊട്ടരികത്ത് വന്നു. നമ്മളിപ്പോ ചോറൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി, പപ്പടം വെച്ചു, പഴം വെച്ചു, കുഴച്ചു, പായസം ഒഴിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്തു. എന്താ രസം! ഇങ്ങനെയുണ്ടാ സദ്യ? വയറ് നിറഞ്ഞു. രസം വേണമെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് കുടിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്മാർട്ട് സിയുടെ ഓണ സദ്യ. നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത്രേ തരാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, ഇനി എന്താ ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് ഓണത്തിന് നമ്മൾ ഉഷാറായിട്ട് സദ്യ കഴിക്കാം അല്ലെ. ഓക്കെ, നമുക്കിപ്പോ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ എല്ലാവർക്കും ഒത്തുകൂടായിരുന്നു. പക്ഷെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് സെലിബ്രേഷൻ നന്നായിട്ട് ആഘോഷിച്ചു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് തന്നെ ഭയങ്കര സന്തോഷം. അതേപോലെ നല്ല സുന്ദരിമണികളായിട്ട് നല്ല മലയാളി മക്കളായിട്ട് എല്ലാവരും ഒരുങ്ങി വന്നു. അതും വളരെ സന്തോഷം. ഞാൻ റെഡിയാവുന്ന വേറൊന്നല്ല, 2-3 ദിവസമായിട്ട് സെലിബ്രേഷൻ തന്നെയാണ്. എല്ലാ ദിവസവും സാരി എടുത്തുകൊണ്ടിരിക്കുക ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ. അപ്പൊ ഇന്ന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ടാണ് സാരി എടുക്കാതിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി വീഡിയോസ് ടീച്ചർ അതിൽ സാരി ഉടുത്ത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉടുക്കില്ലാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ബ്രീഫായിട്ട് സമയപരിധി ഉണ്ടല്ലോ, നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. അതിനനുസരിച്ച് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം കൊടുക്കുകയാണ് ഞാൻ സുരന്യക്ക്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരാളുടെയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഭവം കാണുന്നത് കേട്ടോ, പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിലെ. അപ്പൊ അതിന് പ്രത്യേകമായ അപ്രീസിയേഷൻ തന്നെയാണ് ഓരോരുത്തർക്കും സുരമയ്ക്ക് മാത്രമല്ല ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട്. തിരുവാതിര കളിച്ച ടീമിനും ഓണപ്പാട്ട് പാടിയവർക്കും പ്രസംഗ മത്സരം ചെയ്തല്ലേ, പ്രസംഗിച്ചു. പിന്നെന്താണ് കഥാപ്രസംഗം പറഞ്ഞു തോന്നുന്നു അല്ലെ, കഥാപ്രസംഗം പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എല്ലാവർക്കും ഫാമിലി മെമ്പേഴ്സിനും കേട്ടോ സ്മാർട്ട് സ്റ്റുഡിയോ നമ്മളുടെ വരെ ഒരുപാട് ആശംസകൾ നേരാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ പ്രോഗ്രാം? മാം ഒരു പാട്ട് പാടും. മാം നേരത്തെ ഇവര് പാട്ടോ? നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരൊറ്റ മിനിറ്റ്. ഇവിടെ ഒന്ന് കട്ടായി പോകുന്നുണ്ട്, അതാണ് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ ആ സമയം കൊണ്ട് ഒരു പാട്ട് പാടിക്കോളൂ എല്ലാവരും ഒരുമിച്ച്. ഏത് പാട്ടാ? മാവേലി നാടാകുമ്പോ അറിയാലോ. മാവേലി നാടാകുമ്പോ എല്ലാവർക്കും അറിയാം. അറിയില്ല. മാവേലി സതയം മാവേലി വാടിയിടും കാലം
ആമോദത്തോടെ പറയും കാലം ആഘോഷില്ല താനും അങ്ങനെ അറിയിച്ചില്ല. വേറെ ഏതെങ്കിലും പാട്ട് പാടാം. വേറെ പാട്ട് എല്ലാരും കൂടെ സുരമ്യ ടീച്ചർ പാടും. എനിക്ക് ഇതിന്റെ ലൈനെ ഞാൻ പാടട്ടെ. ഞാൻ സൂപ്പർ റിജ, സൂപ്പർ. അയ്യോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം സർ. അറിഞ്ഞിട്ടൊന്ന് വന്നതാണ് ക്ലാസ്സിലേക്ക്. ഓണം ഗംഭീരമാക്കിയതാണ് എനിക്ക് വിവരം കിട്ടിയത്. എന്തായാലും യാന്ത്രികമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഇത്രയും സർഗാത്മകമാക്കി മലയാളിയുടെ ഗൃഹാതുരമായിട്ടുള്ള ഒരു ഉത്സവത്തിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത MT9 മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്മാർട്ട് സിയുടെ പ്രത്യേകം ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം സർ. റീജ പാടിക്കോ. പൂക്കാലമായി വിളവെടുപ്പൊരാഘോഷമായി ചിങ്ങം ചേതോഹരം മനസ്സുകളിൽ ആനന്ദമായി. പൂക്കാലമായി വിളവെടുപ്പൊരാഘോഷമായി ചിങ്ങം സൂപ്പർ മാം. ഞെട്ടിച്ചു കളഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. സാർ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല മിസ്സേ. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ പ്രോഗ്രാം? എന്തായിരുന്നു സാർ? അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടപ്പാട്ട് പാടുമായിരുന്നു മിസ്സേ. എന്തോ റീജ പാടുമായിരുന്നു. കംപ്ലീറ്റ് ആയില്ല. ഓക്കെ. പൂക്കാലമായി വിളവെടുപ്പൊരാഘോഷമായി ചിങ്ങം ചേതോഹരം മനസ്സുകളിൽ ആനന്ദമായി. പൂക്കാലമായി വിളവെടുപ്പൊരാഘോഷമായി ചിങ്ങം ചേതോഹരം മനസ്സുകളിൽ ആനന്ദമായി. പൊൻതിരുവോണക്കാലം സുമസാഗരം മലയാള നാട്ടിൽ ഗൃഹസാഗരം ഓണത്തിരി പാടും സംഗീത സകലോത്സവം അതിൽ മലക്കൂട്ടം വിരിഞ്ഞാടും കാടുകൾ ഇടുക തോടുകൾ തൊടികളിൽ പൂക്കാലമായി വിളവെടുപ്പൊരാഘോഷമായി ചിങ്ങം ചേതോഹരം മനസ്സുകളിൽ ആനന്ദമായി. നറുനീല നിലമോറും ശുഭരാത്രി കാലം തളിരൂരിൽ പടിമേൽ വിളയാട്ടു നേരം അതിൽ മഞ്ഞത്തുകിത്തോടെ തിരുവോണഘോഷം തലപ്പന്തി പുഴത്തുമ്പിൽ തുളുനാടൻ കോലം കോലടി താളവും തൃക്കാക്കരയാട്ടവും ചെടി ചെമ്പൊടിയേളവും പുതുപൂപ്പൊടി ഗാനവും മലരണിയോടെ സതിലൊഴിയോടെ മലരുകൾ കൊണ്ട് മനസ്സുകൾ കൊണ്ട് തിരുമേനി എഴുന്നള്ളി വരും നേരമിതിരേറ്റ് മിഴികൂപ്പി മലർ തൂകി ഓണവിരുന്നിന് ചോറു വിളമ്പും. പൂക്കാലമായി വിളവെടുപ്പൊരാഘോഷമായി ചിങ്ങം ചേതോഹരം മനസ്സുകളിൽ ആനന്ദമായി. മതി മാം. യെസ്, വെരി നൈസ്. ടീച്ചറുടെ എന്ത് പാട്ടാണ്? ലളിതഗാനോ അല്ലെങ്കിൽ എന്താണത്? അത് 8ാം ക്ലാസ്സിൽ എങ്ങാനും പഠിച്ചതാ മാം. ഓക്കെ, ശരി. ഇനി ആരെങ്കിലും എന്തെങ്കിലും പാട്ടോ കഥയോ എന്തെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും ഒരു നാടൻ പാട്ട് പാടും.
ആരാണ്? ഞാനൊരു പാട്ട് പാടാം. ആ പാട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നി മുത്തായി മാറ്റും പൂവയലിൽ നീ വരും മണം മാറ്റാം പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി മാരി മണപ്പൂ മണക്കുന്നപ്പൂ മുല്ലായി കാറ്റത്താരാജ്യം മാണിക്കാരം മാരി മണപ്പൂ മണക്കുന്നപ്പൂ മുല്ലാങ്കുല കാറ്റത്താരാജ്യം മാണിക്കാരം ഇന്നേ കൊയ്യാം നാളെ കൊയ്യാം മൊത്തം ചിത്തിരച്ചോതി ഇന്നേ കൊയ്യാം നാളെ കൊയ്യാം മൊത്തം ചിത്തിരച്ചോതി പൊന്നിൽ പൂക്കാടം പൊന്നാടിപ്പാടം പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നി മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഗാനം മാറ്റാൻ പൂവിളി പൂവിളി പൊന്നോണമായി. താങ്ക് യു. ഓക്കെ ആര്യ. യെസ്, ഇനി ആരെങ്കിലുണ്ടോ? ഞാനൊരു പാട്ട് പാടട്ടെ എന്താ? മാം? ഞാനൊന്ന് പാടിക്കോട്ടാ? ആ കേൾക്കുന്നുണ്ടാ? ആ കേൾക്കുന്നുണ്ട്, പാടി. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. ആ കഴിഞ്ഞു. ആ പി സൗണ്ട് വല്ലാണ്ട് മിസ് ചെയ്യുന്നില്ലേ മാം ഈ പാട്ട് പാടുമ്പോ? ശരിയാണ്. ഓക്കെ മിസ്, ഞാനൊരു പാട്ട് പാടട്ടെ? ആ ആരാണ്? ഇല്ലേ, ഓണാഘോഷത്തിന് ഓണം സെലിബ്രേഷൻ LKG പിള്ളേരെ ഞാൻ പഠിപ്പിച്ചു. ഓക്കെ. പൂത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളുടുക്കാൻ പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൊന്നോണം വന്നല്ലോ അത്തം വന്നു പിറന്നല്ലോ പൊന്നോണം വന്നല്ലോ അത്തം വന്നു പിറന്നല്ലോ പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി അത്തം പത്തിന് തിരുവോണം പുത്തൻ കോടിയുടുക്കേണം ഓണസദ്യ കഴിക്കേണം ഓണപ്പാട്ടുകൾ പാടേണം പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി. താങ്ക് യു. താങ്ക് യു. അജിത. ഓക്കെ. ഞാൻ ഏതായാലും ഒരു പാട്ട് കൂടി പാടിയെന്ന് അവസാനിപ്പിക്കും. നമ്മളിവിടെ പാട്ട് പാടിയിട്ടുണ്ടോ ടീച്ചറെ? ഇല്ല ഇല്ല മാം, ഫസ്റ്റ് ടൈം. ഓക്കെ, നിങ്ങളുടെ അപ്പൊ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞല്ലേ? ഒരു കലാശക്കൊട്ടായിട്ട് തന്നെ നിർത്താം. ഒരു പഴയ പാട്ടാണ് കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കൂടെ എവിടെ സിനിമയിലെ പാട്ടാണ്. എന്തായാലും പാട് മിസ്സേ, പോരട്ടെ. ഓക്കെ. പൊന്നുരുകും കാലം നിന്നെ കാണാൻ വന്നു പൊന്നുരുകും കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട താണിക്കയായി
തളിരാട കാണിക്കയാട്ടം കൂടെ ഓക്കെ അടിപൊളിയായിട്ട് പാടി. നന്നായിട്ടുണ്ട്. പാട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ട് മാം. ഏതോ സിനിമയില് മാം ശ്രീനിവാസൻ പറഞ്ഞ പോലെ മാം ഒരു കാക്കിക്കുള്ളിലെ കലാകാരിയാണ്. ഡാൻസ്, പാട്ടിന് പാട്ട്, പെർഫോമൻസ്, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഇതിന്റെ ഓണം കഴിഞ്ഞിട്ടാണ് കാണണല്ലേ? സ്കൂള് പൂട്ടിയോ? എന്തോ സ്കൂള് പൂട്ടിയോ? സ്കൂള് പൂട്ടിയിട്ടില്ല നിങ്ങൾക്ക്. ഞാൻ എന്റെ ക്ലാസ് ബാക്കി ക്ലാസ് ഒക്കെ ഉണ്ടോ? ഇവിടെ സ്മാർട്ട് സ്ട്രീറ്റ് നാളെയാണ് ഓണം സെലിബ്രേഷൻ കേട്ടോ. അപ്പൊ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. ഗംഭീര പരിപാടികളാണ്. നിങ്ങളെ ഇൻവിസിബിൾ ആയിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അല്ലെ? വിസിബിൾ ആയിട്ട് വരാൻ പറ്റില്ല എല്ലാവർക്കും. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. ഓക്കെ ഹാപ്പിയാണ്. പറഞ്ഞതിന് റോഷ്നിക്ക് ഒരു പ്രത്യേക താങ്ക്സ് കേട്ടോ. ആരാടാ? Good morning, ma'am, and good morning, my dear friends. As our Onam celebration comes to an end, I take this moment to thank each and every one of you being part of this joyful occasions. A heartfelt thanks to Adira ma'am and Smart Sri Institution for your constant support and guidance throughout the program. To all the performance volunteers and the organizing team, thank you for your dedications and wonderful effort. And to our lovely audience, your smiles and energy truly brought the spirits of Onam. Let's carry forward the joy, unity and traditions of Onam in our art. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ താങ്ക് യു. ഹാപ്പി ഓണം. സൂപ്പർ. ഇത്രയും പോലും ആൾക്കാർ കൂടത്തില്ലായിരുന്നു. പ്രോഗ്രാം അവതരിപ്പിക്കലായിരുന്നു. ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവരും അവതരിപ്പിച്ചു. സാരി എടുക്കാൻ വേണ്ട കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ മാം. 2 ഫോട്ടോ എടുക്കണം പറമ്പ് പോയിട്ട്. ഓക്കെ. അപ്പൊ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുക കേട്ടോ.